ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ നല്ലൊരു സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്താം. കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, വലിയവർക്ക് വലിയ കുഴപ്പമുണ്ടാകാൻ വഴിയില്ല. ഉച്ചക്കത്തെ സ്ലോട്ടായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്, അതുകൊണ്ട് തന്നെ രാവിലെ മെല്ലെ എഴുന്നേറ്റ് പോയാൽ മതിയായിരുന്നു. അപ്പം എല്ലാണത്തിനെ പെറുക്കി വാരിയെടുത്ത് നേരെ വിട്ടു ഹൈത്തിലേക്ക്. കെൻഡിലുള്ള ഒരു നാരോ ഗേജ് റെയിൽവേയിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ കെൻഡിൽ മാത്രമല്ല, UK ഒരു ഇത് എല്ലായിടത്തും സെറ്റപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ചെന്നിറങ്ങിയതും കണ്ടത് ഒരു ആശാൻ ഒറ്റയ്ക്ക് ഒരു എഞ്ചിൻ എടുത്തിട്ട് ടേൺ ടേബിളിൽ വെച്ച് തിരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പുള്ളി മുകളിൽ കയറി നിന്ന് കൈയൊക്കെ പൊക്കി കാണിച്ച് എഞ്ചിൻ ഡ്രൈവർ സാധനം എടുത്ത് എന്തായാലും അപ്പുറം കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ 2 സ്റ്റെപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ടിക്കറ്റ് കാണിച്ച് നേരെ അകത്ത് കയറി. ഇതാണ് കോച്ച്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോകാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. എഴുന്നേറ്റ് നിന്നാൽ വലിയവരാണെങ്കിൽ തലയിടിക്കും, കുട്ടികൾക്കാണെങ്കിൽ കുത്തിമറിയാനുള്ള സ്ഥലമുണ്ട്. ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ വലിയ തിരക്കില്ലാതിരുന്നതുകൊണ്ട് ഞങ്ങൾ തോന്നിയ സ്ഥലത്ത് കയറിയിരുന്നു. പിന്നെ കുറച്ചുനാൾ കൂടി ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് നേരത്തെ എത്തുന്നത്, അതുകൊണ്ട് തന്നെ ഇത് എഞ്ചിൻ ഡ്രൈവർ ഇത് കോളൊക്കെ ഇങ്ങനെ കുത്തി ഇളക്കി കുറച്ചായിട്ട് എടുത്തത് ഇങ്ങോട്ടൊക്കെ തട്ടുന്നൊക്കെ കാണാൻ പറ്റി. പിന്നെ ട്രെയിൻ എടുക്കുന്നവർ ഒഴിവ് സമയങ്ങൾ ഞങ്ങൾ ആനന്ദകരമാക്കി. പിന്നെ ഈ പുള്ളി എന്തൊക്കെ ആക്ഷനൊക്കെ കാണിച്ച് അകത്ത് കയറിയിരുന്നപ്പോൾ വണ്ടി എടുത്തു. പുറത്തുള്ള കാഴ്ചകളെക്കാളും ആ ട്രെയിനിലിരുന്ന് കുലുങ്ങി കൂക്കുവിളിയൊക്കെ കേട്ടുള്ള ആ ഒരു പോക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അടുത്ത സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ട്രെയിനൊക്കെ പാസ് ചെയ്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ആ ഗ്യാപ്പിലാണെങ്കിൽ റോബിൻ ചേട്ടായും പിള്ളേരും വട്ടം കൂടിയിരുന്ന് തീറ്റ തുടങ്ങി. പിന്നെ ഈ സ്റ്റേഷനിൽ ഒരു അടിപൊളി മോഡൽ റെയിൽവേ എക്സിബിഷൻ ഉണ്ട്. ഇവിടെ നല്ല മിനിയേച്ചർ സെറ്റപ്പ് നന്നായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞു വില്ലേജും ടൗണും സിറ്റിയും അതിലേക്കൂടെയൊക്കെ ഓടുന്ന ട്രെയിനുകളും അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻസും. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും വണ്ടിയെടുത്ത് ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക്. പിന്നെ ഒരു പഴയ ലൈറ്റ് ഹൗസ് ഈ സ്റ്റേഷന്റെ തൊട്ടടുത്തുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ടിക്കറ്റൊക്കെ എടുത്ത് കയറി കാണാൻ പറ്റും. ഇനി തിരിച്ച് നേരെ നമ്മൾ കയറിയ സ്റ്റേഷനിലേക്ക് വണ്ടി വിടും. കുറച്ചുപേര് പുറത്തു വന്ന് ടാറ്റയും ബൈ ബൈ ഒക്കെ തന്നു. ഞങ്ങളും തിരിച്ചു കൊടുത്തു. അതെ, പിന്നെ ഇവിടെ ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് പസിൽസും ഗെയിംസും നല്ല ടോയ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവസാനത്തെ ട്രിപ്പും കഴിഞ്ഞ് ട്രെയിൻ അങ്ങോട്ടോ പോകുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും ഈ ഒരു ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം ഡെസാഷ്. മറ്റൊരു വീഡിയോയിൽ കാണാം.